ഹായ് ഫ്രണ്ട്സ്, ഇത് ആദാകന്റെ ഫയലിന്റെ കത്തികളാണ്. ഒത്തിരി ആൾക്കാർ നമ്മളോട് എൻക്വയറി ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് കിട്ടണതെന്നൊക്കെ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കോണ്ടാക്ട് നമ്പറും ലിങ്കും എല്ലാം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഫയലിന്റെ കത്തി നിർമ്മിക്കുന്ന മലയാളിയുടെ ഒരു കമ്പനിയാണ് അദാകൻ. ഇതേത് നോക്കിയേ, വെജിറ്റബിള്, ഫിഷ്, ചിക്കൻ, മീറ്റ് ഒക്കെ നമ്മുടെ വീടുകളിലേക്ക് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഫയലിന്റെ കത്തിയാണിത്. എന്ത് ഫിനിഷിംഗ് ആണ് നോക്കി. കൂടാതെ അതിന്റെ മേക്കിംഗ് കണ്ടോ, അരത്തിന്റെ ഒക്കെ ക്വാളിറ്റി കണ്ടോ, എന്ത് അടിപൊളിയായിട്ടാണ് ഇവർ മേക്ക് ചെയ്തേക്കുന്നത് നോക്കി. അത് കൂടാതെ അതിന്റെ ഹാൻഡിൽ നോക്കി, വളരെ സൂപ്പർ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഫയൽ കത്തികൾ, അതായത് അരത്തിന്റെ കത്തികളാണ് ഇവരുടെ മെയിൻ അട്രാക്ഷൻ എങ്കിലും ഹൈ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന വെറൈറ്റി മോഡലുകളും ഇവരുടെ പക്കലുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അരം കത്തികളുടെ, ഫയൽ കത്തികളുടെ വെയിറ്റ് 250 ഗ്രാം ആണ്. ആദാകൻ എന്ന കമ്പനിയിൽ 650 ഗ്രാം വരെ വെയിറ്റ് ഉള്ള ഫയൽ കത്തികൾ അവൈലബിൾ ആണ്. നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ മോഡലുകൾ കൂടാതെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഫിഷ്, ചിക്കൻ, മീറ്റ് സ്റ്റാളുകളിലേക്കൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ പ്രത്യേകം ഡിസൈൻ ചെയ്ത മോഡൽ ഇവരുടെ പക്കൽ അവൈലബിൾ ആണ് കേട്ടോ. മോഡേൺ മെഷീൻ ഉപയോഗിച്ചാണ് ഇവരുടെ കത്തികളും വാകത്തികളും നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫിനിഷിംഗ് ആണ് ഇവരുടെ പ്രോഡക്റ്റ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവരുടെ കുറച്ച് മോഡൽസ് നമുക്കൊന്ന് കണ്ടാലോ. ആദാകൻ നൈഫ്സ് ഓർഡർ ചെയ്യാനുള്ള ആമസോൺ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ നേരിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ വാട്സപ്പ് ലിങ്കും നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ആദാകൻ നൈഫ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സത്യസന്ധമായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതല്ല ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ.